ശ്രീത്ത്, ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായ കുടിയേറ്റം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലൊക്കെ അത് ധാരാളമാണ്. ഇതിന് ഒരു കാലത്ത് ഈ അവിടെ ഭരണത്തിലിരുന്നവരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പാട്ടിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി പോലുള്ള രാജ്യ തലസ്ഥാനത്ത് പോലും ബംഗ്ലാദേശികളുടെ അനധികൃത കുടിയേറ്റമുണ്ട്. കോൺഗ്രസ്സുകാർ ഇതിനെയൊക്കെ പലപ്പോഴും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അത്തരത്തിൽ ഇതൊക്കെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ അനധികൃതമായി കുടിയേറിയവരെ ഒഴിപ്പിച്ചു എന്നാണ്, നാട് കടത്തി എന്നാണുള്ള വാർത്തയാണ് വരുന്നത്. എന്താണ് അതിനകത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്? സാറ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്നും അങ്ങനെ ഒരു കുടിയേറ്റം ഉണ്ടാകുന്നത് ബംഗാളിൽ മാത്രമല്ല, ത്രിപുര, ആസാം അടക്കമുള്ള ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിൽ നിന്നും വർഷങ്ങളോളം തന്നെ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ആസാമിലെ ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ജനസംഖ്യാപരമായി തന്നെ അവിടെ വലിയ പ്രശ്നം ഇവർ കാരണം ഉണ്ടാകുന്നതായി അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് നാം പലതവണ കേട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സംസ്ഥാനങ്ങളെല്ലാം പ്രത്യേകിച്ച് ആസാമും ത്രിപുരയും അടക്കമുള്ള പല സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗാൾ ഉൾപ്പെടെ ഈ ഭരിച്ചിരുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM എല്ലാമാണ്. ഇവർ എന്തായാലും ഇത്തരം ബംഗ്ലാദേശി സ്വദേശികളെ ഒരു വോട്ട് ബാങ്കായാണ് കണ്ടിരുന്നത്. കാരണം ഈ ഭൂരിപക്ഷ സമുദായം എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് എന്തായാലും ഒരു വോട്ട് ബാങ്ക് ആവാൻ പലപ്പോഴും കഴിയാറില്ല. അത് നാം പല തിരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബംഗ്ലാദേശിൽ വരുന്നവർക്ക് ആധാറും അതോടൊപ്പം തന്നെ മറ്റു രേഖകളും നൽകുന്നതിലൂടെ തന്നെ അവർ വലിയൊരു വോട്ട് ബാങ്കായി മാറുന്നത്. അത് ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബംഗാളുമായി ബന്ധപ്പെട്ടാണല്ലോ. ബംഗാളുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ CPM വോട്ട് ബാങ്ക് ആയിരുന്നു. കാരണം ഇത്തരം വിഭാഗക്കാർ വരികയും അവർക്ക് ആധാറും മറ്റു രേഖകളും നൽകി CPM വോട്ട് ബാങ്ക് ആയിരുന്നു. അങ്ങനെ ബംഗാളിലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, ഇത്തരം ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഒരു സംവരണ പ്രക്ഷോഭം ഉണ്ടാകുകയും ആ സംവരണ പ്രക്ഷോഭം പിന്നീട് ഹിന്ദു വംശഹത്യയിലേക്കും ഈ ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇസ്കോൺ അടക്കമുള്ള സംഘടനകളെ അവിടുത്തെ ഭരണാധികാരികൾ ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളെ നിരന്തരം ആക്രമിക്കാൻ പാടില്ലെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമ്പോഴും ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് അവസാനം ബംഗ്ലാദേശ് പോകുന്നത്. പിന്നീട് ഇന്ത്യയിൽ നിന്നുള്ള വിദേശകാര്യ സെക്രട്ടറി തന്നെ അവിടെ നേരിട്ടെത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുന്നു. പക്ഷേ ആ സമയവും ബംഗ്ലാദേശ് അടങ്ങുവാൻ തയ്യാറല്ല. കാരണം മുഹമ്മദ് യൂനിസിന്റെ വലങ്കൈയായി നിൽക്കുന്ന ഒരു യുവാവ്, അദ്ദേഹം അന്ന് ആ സംവരണ പ്രക്ഷോഭ കാലത്ത് ഉയർന്നു വന്ന നേതാവാണ്. പിന്നീട് യൂനിസ് അവിടെ അധികാരം ലഭിച്ചപ്പോൾ തൻ്റെ വലങ്കൈയായി PA മാനേജർ അങ്ങനെ എന്തോ ആക്കുന്ന ഒരു വലങ്കൈയായി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ബംഗാളും അതോടൊപ്പം തന്നെ ബീഹാറും ഒറീസയും അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗമാണെന്ന അവകാശവാദവുമായി വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഈ ഹിന്ദുക്കളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ കാര്യമല്ല, ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന രീതിയിലുള്ള വലിയ വിമർശനവുമായാണ് തിരിച്ചടിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും. പക്ഷെ അതിനെല്ലാം മറുപടിയായി ഇന്ത്യ ഇപ്പോൾ പ്രധാനമായി നോക്കിക്കാണുന്നത് വലിയ രീതിയിലുള്ള ബംഗ്ലാദേശിൽ നിന്നും വലിയ കുടിയേറ്റങ്ങൾ ഞാൻ പറഞ്ഞ ഈ ബംഗാളിലും അതോടൊപ്പം തന്നെ ആസാമും ത്രിപുരയിലും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വലിയ രീതിയിൽ ഈ ഡൽഹിയിലെ നഗരപ്രദേശങ്ങളിലും ഇത്തരക്കാർ വലിയ രീതിയിൽ കുടിയേറി പാർക്കുകയാണ്. അപ്പോൾ അവരെ ലക്ഷ്യമിട്ടാണ് എന്തായാലും ഡൽഹി പോലീസ് നീങ്ങുന്നത്. കാരണം ഇപ്പോൾ ദിവസങ്ങളായി തന്നെ അവിടെ ഈ സംഭവത്തിന് ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾക്ക് പിന്നാലെ അവിടെ പരിശോധന നടത്തുന്നു. പ്രധാനമായി പരിശോധന നടത്തുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നും എല്ലാ കാലത്തും അനധികൃതമായ കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ, അവരെ പിടികൂടുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇന്നലെ തിരച്ചിൽ നടന്നിരുന്നു. അങ്ങനെ 8 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഒരു രേഖകളും അതോടൊപ്പം തന്നെ മറ്റ് പരിശോധന, ഇന്ത്യയിൽ ജീവിക്കാനുള്ള മറ്റ് ആധാരമോ അങ്ങനെ ഒന്നുമില്ലാതെ താമസിച്ചിരുന്നവരെയാണ് പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയിരിക്കുന്നത് അവരെ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാനും നടപടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, നാം ബംഗ്ലാദേശിൻ്റെ ബന്ധപ്പെട്ട് ബംഗാളിനെയും ത്രിപുരയെയും ഡൽഹിയെയും കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലുമുണ്ട് ഈ പ്രശ്നം. കാരണം കാഞ്ഞങ്ങാടാണ് 2 ആഴ്ച മുമ്പ്
ഒരു തീവ്രവാദി, ബംഗ്ലാദേശി സ്വദേശിയായ ഒരു തീവ്രവാദി ബംഗാളിൽ ആധാർ കാർഡും അതോടൊപ്പം തന്നെ അവിടുത്തെ വിലാസവുമായി 4 വർഷമായി ഈ കാഞ്ഞങ്ങാട് താമസിക്കുന്നത്. മറ്റൊരു സംഭവം 2 ദിവസം മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുവനന്തപുരത്തെ മണക്കാടായിരുന്നു. മണക്കാട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു ആ ബംഗ്ലാദേശിയുടെ ശ്രമം. കാരണം ആ ബംഗ്ലാദേശി ഒരു ഹമാസുമായി ബന്ധപ്പെട്ട് ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇത്തരം അനാവശ്യമായ പോസ്റ്ററുകൾ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇന്ത്യയിലുടനീളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായതിനാൽ തന്നെ ഈ കൊലയും കവർച്ചയും നടത്താനുള്ള ശ്രമവും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ തുടക്കത്തിലൊന്നും ഇത് വലിയ ഗൗരവത്തോടെ കണ്ടിട്ടില്ല. അത് പലപ്പോഴും അതുകൊണ്ടാണ് ഇത്തരം തീവ്രവാദികൾ ഈ നമ്മുടെ മണക്കാടും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാടെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ ഈ ന്യൂനപക്ഷ വേട്ടയ്ക്ക് പിന്നാലെ തന്നെ ഡൽഹിയിലെല്ലാം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സാധ്യത. കാരണം അത്തരക്കാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യക്ക് തന്നെ ദോഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പണ്ട് ഇത്തരം സ്വഭാവക്കാരായിരുന്നു രോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അവരും ഇത്തരത്തിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്നല്ലോ. അവരും ഇത്തരം ഈ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ വരുമ്പോഴായിരുന്നു ഇവരെ ഇത്തരത്തിൽ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ തിരച്ചിൽ പൂർണ്ണമായി തന്നെ നടക്കുകയാണ്. പക്ഷേ ഇത് മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ സാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരക്കാർ പല പാർട്ടികളുടെയും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളാണ്. അപ്പോൾ ഈ വിഭാഗക്കാരെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം ഇവർ ഏറ്റെടുക്കുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ. അത് ആയിരുന്നു ഇത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അവർ വോട്ട് ബാങ്കും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും വച്ച് മുന്നോട്ട് പോകുന്നത് അത് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നതായിരിക്കും. അത് ഇവർ എന്തായാലും തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നാം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസാനം കണ്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം പണ്ടെല്ലാം 22% ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ ചുരുങ്ങി 8% എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനധികൃതമായും നമ്മുടെ രാജ്യത്ത് കുടിയേറിയ ഇത്തരം ബംഗ്ലാദേശ് അഭയാർത്ഥികളെ പുറത്തുവാക്കാനും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു ശ്രമം ഉണ്ടാകണം.